ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാരും ബോർഡും ഈ വിഷയത്തിൽ. അതിൽ തലയൂരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാരും ബോർഡും. ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം ചേരുന്നുണ്ട്. മുഴുവൻ കണക്കുകളുമായി എത്താനാണ് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രഖ്യാപിച്ച തുക ഉടൻ നൽകണമെന്ന് സ്പോൺസേഴ്സിനോടും ആവശ്യപ്പെടും. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. ഈ വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഈ ഹൈക്കോടതിയിൽ കൊടുത്ത വിവരവും ഒപ്പം സർക്കാർ മന്ത്രി നിയമസഭയെ അറിയിച്ച കാര്യങ്ങളിലെല്ലാം ചില അവ്യക്തതകളും പൊരുത്തക്കേടുകളും എല്ലാം ഉണ്ട്. ഈ വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്നൊരു യോഗം. എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തന്നെയാണ് പമ്പാതീരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമവും വലിയ വിവാദത്തിലും അതുപോലെ തന്നെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അതിഥികളെ സൽക്കരിക്കുന്നതിലും അതുപോലെ തന്നെ ടെൻഡർ സ്വീകരിച്ചതിലുമൊക്കെ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ്. വരവ് ചിലവ് കണക്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളും വലിയ വ്യത്യാസങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും അതുപോലെ തന്നെ സർക്കാരിനോടും ഒരു വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും സംഘടിപ്പിച്ച പരിപാടിയായതിനാൽ തന്നെ പഴിചാരാൻ മറ്റാരുമില്ല എന്നുള്ള കാര്യവും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. അതിലാണിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം 17-ന് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സഹസ്ഥാപനമാണ് ഈ കരാർ കമ്പനി എന്ന് പറയുന്നത്. കരാർ ഏറ്റെടുത്ത് നടത്തിയത് ആ സ്ഥാപനത്തിനോടും അതുപോലെ തന്നെ മറ്റ് ഈ ഓഡിറ്റ് നടത്തിയ കമ്പനിയോടുമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് തടിയൂരുക അല്ലെങ്കിൽ ഈ വിവാദം ഒന്ന് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ്. അതിൽ ഈ മാസം 17-ന് യോഗം ചേരും. അതിൽ ഈ ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് എത്രയും പെട്ടെന്ന് ഈ യോഗത്തിൽ ഹാജരാകാനും കണക്കുകൾ മുഴുവനും സമർപ്പിക്കാനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ കണക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഓഡിറ്റ് നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഓഡിറ്റ് നടത്തിയ കമ്പനിയോടും സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ 4 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ഈ സഹസ്ഥാപനമായിട്ടുള്ള ഈ കരാർ കമ്പനിക്ക് നൽകാനുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ തുക കുറയ്ക്കാൻ, അതായത് ബാർഗെയിനിങ്ങിനായിരിക്കും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോവുക. അത് സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുകയിൽ ഒരു കുറവ് വരുത്താനുള്ള ഒരു കാര്യം ഈ യോഗത്തിൽ ചർച്ചയാകും. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം സ്പോൺസർമാരിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നത്. അതിൽ ഹൈക്കോടതിയിലടക്കം രൂക്ഷ വിമർശനവും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വരവ് ചെലവ് കണക്കുകളും ഒക്കെ സമർപ്പിക്കാനുമുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 17-ാം തീയതി ഉടനടി ഒരു യോഗം ചേരുകയും അതിന് ഏതെങ്കിലും തരത്തിൽ ഈ വിവാദം അവസാനിപ്പിക്കാനും കൊടുത്തു തീർക്കാനുള്ള പണം കൊടുത്തു തീർക്കാനും ഏതെങ്കിലും തരത്തിൽ ഈ പണത്തിലൊരു കുറവ് വരികയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. എന്തായാലും അതിൽ എന്ത് തീരുമാനമുണ്ടാകും, ഈ കരാർ കമ്പനി എന്ത് തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് കാണാനുള്ളത്. ഇല്ല ശരി, മുഴുവൻ രേഖകളുമായി എത്താനാണ് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് യോഗം. ഒപ്പം പ്രഖ്യാപിച്ച തുക ഉടൻ തന്നെ നൽകണമെന്ന് സ്പോൺസേഴ്സിനോടും ആവശ്യപ്പെടും. ഈ വലിയ വിവാദങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡും സർക്കാരും. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.